ആ ഞാൻ കഴിച്ചടി. അതെ പിന്നെ പറഞ്ഞില്ലല്ലോ നീ. ഇല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ഡ്യൂട്ടിക്ക് പോകണല്ലോ. ഡ്യൂട്ടിക്ക് പോവാൻ നോക്കടാ. ഇത് റെഡിസില്ലേ എടാ നോക്കാൻ എടിയപ്പോ പോവാൻ വേണ്ടിട്ട് ഡ്യൂട്ടിക്ക് മടിക്ക എണീക്കുന്നില്ലേ? രാവിലെ തന്നെ തുടങ്ങിയാലോ നിന്റെ കുറുകല്. ഇന്ന് ഡ്യൂട്ടിക്കൊന്നും പോണില്ലേ? ആ ഇപ്പൊ പോകും മതി. അതെ ഞാൻ നോക്കട്ടെ. ഞാന് നോക്കട്ടെ എന്തെങ്കിലും പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് നോക്കട്ടെ. ഞാൻ നോക്കി വിളിക്കാട്ടാ. എന്ത് പറ്റി പോനെ? ആരുടെ ഫോണ്? എന്റെ ഓഫീസിൽ വർക്ക് ചെയ്ത ഇസ്മാലിക്കാൻ അറിയില്ല, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അയാള് പെട്ടെന്ന് ഹാർട്ടിന് ചെറിയ പ്രശ്നമായിട്ട് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അയാളെ ബോഡിയൊക്കെ ഇപ്പൊ നാട്ടിലെത്തിക്കണമെങ്കിൽ ഇത് പ്രശ്നത്തിലേ ഉള്ളൂ. അപ്പൊ അതിനൊന്നും അതെ ആയിട്ടുള്ളൂ. ആ എനിക്കറിയുന്ന ഒരാളുണ്ടോ? ആണോ? എടാ എന്റെ നമ്പർ ഉണ്ടാ. പുള്ളിയുടെ പേര് അമീർ എന്നാണ്. പുള്ളിയെ വിളിച്ചു പറഞ്ഞാല് ആള് നാട്ടിലേക്ക് വേഗം എത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു. നമ്പർ ഞാൻ വിളിച്ചു. നോട്ട് ചെയ്തു. 055 691 3742. അയ്യോ ബാലൻസ് ഇല്ലടാ. ആ കുഴപ്പമില്ല, ഇതിന്ന് വിളിച്ചു. ഹലോ ഹലോ അമീർ അല്ലേ? അതെ അതെ അമീറാണ്. ആ അത് ഞാൻ മജീദാണ്. മജീദോ? ആ പറഞ്ഞോളൂ. അതെ ആണോ? എപ്പോഴായിരുന്നു? അതെ ചെയ്യുന്നുണ്ട്. ആ അതെ ആണോ? ആ ഓക്കെ ഞാൻ വരാം. അല്ല ഒന്നും പേടിക്കണ്ട, അതെ ശരിയാകും. അഡ്രസ്സ് നിങ്ങൾ കറക്റ്റ് ഒന്ന് അഡ്രസ്സ് ഒന്ന് പറയാമോ? ഒരു സെക്കൻഡ്. ആ പറഞ്ഞു. അതെ അവിടെ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ള ഫ്ലാറ്റ്. മനസ്സിലായി. ആ ഫ്ലാറ്റ്. ആ അതൊന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും. ഞാൻ ക്ലിയർ ചെയ്തോളാം. ഇല്ലല്ല പേടിക്കണ്ട, എല്ലാം ശരിയാവും. ആ ശരി. അപ്പോൾ ഓക്കെ പേടിക്കണ്ട, അതൊക്കെ റെഡിയാക്കി തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ശരി. എന്നാ ഞാൻ ഡ്യൂട്ടിക്ക് പോകണം, വന്നിട്ടാണ്. ഞാന് അവനൊന്ന് വിളിച്ചു പറയട്ടെ. ഹലോ. ആ എടാ പിന്നെ ഈ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ബോഡിയൊക്കെ എത്തിക്കുന്ന ഒരു ആളുണ്ട് ഇവിടെ. അതിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിപ്പോൾ എല്ലാം റെഡിയാക്കാൻ നോക്കാം. നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ എന്തായാലും കുറച്ച് ഞാൻ അങ്ങോട്ട് വരാം കേട്ടാ. അതിലേക്ക് നിങ്ങളാരും എന്തായി ഷോപ്പ് ഇപ്പോൾ തുറക്കാൻ പറ്റുമോ? കുറേ ആയാലും ഇപ്പോൾ അടച്ചിട്ടിട്ട്. കട തുറക്കേണ്ട കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. 75 ലക്ഷമായിട്ടാണ് അവൻ പോയിട്ടുള്ളത്. ഇപ്പം സിംഗപ്പൂരിലുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഞാനിപ്പോൾ എങ്ങനെ അറബിക്ക് പൈസ കൊടുക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല എനിക്ക്. എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഏറെ. എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമല്ല. അല്ല അപ്പം നിങ്ങൾ ആ പാർട്ണർ ബന്ധം എങ്ങനാ? അവിടെ പിടിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബന്ധമൊന്നുമല്ല. ഞാൻ നാട്ടിൽ പോയതാണ് പ്രശ്നം. തിരിച്ചിവിടെ വന്നപ്പോൾ കട പൂട്ടിക്കെടുക്കുക. 1-2 കൊല്ലേ നാട്ടിൽ 75 ലക്ഷമായിട്ടാണ് അവൻ പോയിക്കണത്. എന്ത് ചെയ്യും ഞാൻ? അപ്പോൾ വീട്ടിലെല്ലാം അറിഞ്ഞിപ്പോൾ എന്താ അവസ്ഥ? എന്താ പറയുന്നത് വീട്ടുകാരെല്ലാം? വീടിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. പെണ്ണിൻ്റെ സ്വർണം വിറ്റിട്ടാണ്, അതുമല്ല പിന്നെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് പൈസ കൊടുത്തത്, ഈ കട തുറക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിപ്പോൾ ഞാൻ എങ്ങനെ വീണ്ടെടുക്കും?
ഒരു പിടുത്തം കിട്ടണില്ല എനിക്ക്. അല്ല ശരിയാവുക്ക, ബേജാറാണ്ടല്ല ശരിയാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ട. എങ്ങനെ ശരിയാവനാ മോനെ? വീടിപ്പോ ജപ്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷം ബാങ്കുകാർ കൊണ്ടുപോകും. അതിലും വലിയ ടെൻഷനിലാണ് ഇപ്പൊ ഞാൻ. ഇവിടുന്ന് എന്റെ കാശായിട്ട് മുങ്ങിയ ആള് നാട്ടിൽ പോയിട്ട് വേറൊരു കഥ പരത്തിയിരിക്കുകയാണ്. ഞാനിവിടെ ഒരു പെണ്ണിനായിട്ട് നീ ഇത്ര പെട്ടെന്ന് റെഡിയായാ? എനിക്കാകെ 2 മിനിറ്റ് മതി, നിങ്ങളത്ര സമയം വേണം. കൊച്ചു കള്ള, അപ്പൊ എന്ത് കുളിച്ചില്ലല്ലേ? മനസ്സിലാക്കി കളഞ്ഞില്ലേ കള്ളൻ. എടാ മജീദ്ക്ക് എന്തെങ്കിലും പറഞ്ഞ? പുള്ളി 5-6 മാസമായില്ല വാടക തന്നിട്ട്. 5-6 മാസമായി. പക്ഷെ ഈ സിറ്റുവേഷൻ എന്നെ ചോദിക്കാൻ വിചാരിച്ചിട്ടാടാ. പിന്നെ ആളെ വിഷമം കാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കാനും പറ്റുന്നില്ല. 5-6 മാസമായി സംഭവം ശരിയാണ്. പക്ഷെ അവസ്ഥ വളരെ എന്താ ചെയ്യാം, ചോദിക്കണമെന്നുണ്ട്. അയാളെ മോട്ടിവേറ്റ് ചോദിക്കണം. ഭക്ഷണം ഇപ്പൊ നമ്മ തന്നെയല്ല കൊടുക്കണം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാടകയെങ്കിലും തരാണ്ടിരുന്നാ ശരിയാവില്ലല്ലോ. അതിനെ സംസാരിക്കടാ. നീ ഒന്ന് മാറിയാടാ, കൊറേ നേരമായില്ല. നീ അകത്ത് കണ്ണടി പോയി നോക്കിട്ടാ. മജീദ് ക, എന്തായി കാര്യങ്ങളൊക്കെ? ഒരാഴ്ചക്കുള്ളിൽ ശരിയാവും പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച സമയം കൊടുത്തിട്ട്. അപ്പൊ ആ കമ്പനി കൊടുക്കാനുള്ള കാശ് എന്താ ചെയ്യുക? അതിനുള്ള വഴി ഒന്ന് കണ്ടെത്തിയുണ്ടോ? കമ്പനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങളുടെ റൂമിന് വാടകയുണ്ട്. എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ശരിയാക്കി തരണ്ട്. വാടകന്റെ പ്രശ്നമില്ല, അത് നമുക്ക് ചെയ്യാം. നിങ്ങൾ മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്കും. കമ്പനിന്റെ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ചെയ്യും ഇൻഷാ അല്ലാ. പിന്നെ മുനീറേ, പുറത്ത് പോയിട്ട് വരുമ്പോ എനിക്ക് ഒരു 10 രൂപ ഒന്ന് റീചാർജ് ചെയ്ത് തരണം. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും ഞാൻ പോയി വരാം. മജീദ് ഞാൻ പോവേണേ. ഫ്രിഡ്ജിൽ ചോറും കറി ഇരിക്കുന്നത്, കഴിക്കാൻ മറക്കരുത്. ഡോറ് കൂട്ടിയിലോട്ട് പോരെ. കാശിന്റെ കാര്യം എന്തായി? പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാം. കമ്പനി പറഞ്ഞെങ്കിൽ 2 ദിവസം കൂടി നോക്കിയിട്ട് പിന്നെ ലീഗലായിട്ട് മൂവ് ചെയ്യാനാണ്. ഇപ്പോ ഞാൻ എന്റെ സ്വന്തം കെയർ ഓഫിൽ ഞാൻ ഒരാഴ്ച കൂടി നോക്കാം. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും. ഒരാഴ്ച ഒന്നും വേണ്ട, 2 ദിവസത്തിനുള്ളിൽ ഞാൻ ശരിയാക്കി തരും പൈസ. അപ്പൊ ശരി. പടച്ചോനെ, വിളിച്ചോട്ടെ. ഹലോ, എന്താ വിശേഷം? ഞാനെന്താ തെറ്റ ചെയ്തത്? ഞാനൊരു ബിസിനസിന്റെ ഇതിലേക്ക് ഇറക്കിയതല്ലേ പൈസ. നീ വിഷമിക്കണ്ട, ഞാൻ പറയണാണ്ട് കേക്ക്. നീ വിഷമിക്കണ്ട, വീട് ജപ്തിയൊന്നും ചെയ്യില്ല. പിന്നെ നിന്റെ അടുത്ത് സ്വർണ്ണല്ലേ, അത് ഞാൻ എടുത്തു തരണ്ട്. എങ്ങനെ എടുക്കുന്ന? അത് ഞാൻ എടുത്തു തരണ്ട്. അതിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട.
ഞാനിവിടെ എന്ത് ചിറ്റിക്കളി ഉണ്ടെന്നാ നീ പറയുന്നത്? ആർക്ക് കൊടുത്തെന്നാ പറയണേ? നിനക്കല്ലാണ്ട് പിന്നെ ആർക്കും ഞാൻ ഇവിടുന്ന് പൈസ അയക്കുന്നത്? ഞാൻ എന്റെ കഷ്ടകാലത്തിന് ഇവിടെ ഞാൻ ബിസിനസ്സിലേക്ക് ഞാൻ ഇറക്കിയ പൈസ, അതാണ് ഇപ്പൊ പറ്റിയത് എനിക്ക്. മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്നൊന്ന് മനസ്സിലാക്കാദ്യം. ഹലോ, കട്ട് ചെയ്തു നോന്നോളൂ. ആ എന്തായിക്കോട്ടെ പോയിട്ട് വരുന്നേക്കാ. ആ അമീർ എന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നുകൊണ്ട് എല്ലാ ഏകദേശം ഒന്ന് ക്ലിയർ ആയി. അല്ല അപ്പൊ അമീർ വന്നപ്പോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ആ പുള്ളി വന്നുകൊണ്ട് കാര്യങ്ങളൊന്നും സെറ്റായി. അപ്പൊ അമീർക്കാനെ വിളിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. അതുകൊണ്ട് പെട്ടെന്നുള്ള സംഭവങ്ങളൊന്നും ക്ലിയർ ആയില്ലേ. ഇപ്പൊ ഈ മരിച്ച വീട്ടില് ആരൊക്കെ ഉണ്ട്? അവരും കുടുംബക്കാരും ഫാമിലിയിലും വന്നിട്ടുണ്ട് ഇപ്പൊ. അതെ, കഷ്ടായി. എന്തപ്പ ചെയ്യാ? വീട്ടിൽ വിളിച്ചാ? വീട്ടിലേക്ക് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു. അപ്പൊ ലാസ്റ്റ് വിളിച്ചപ്പോ വൈഫ് ഫോൺ എടുത്ത് സംസാരിക്കാനൊന്നുമില്ല, പെട്ടെന്ന് കട്ടാക്കി. പിന്നെ ഞാൻ മോനക്ക് വിളിച്ചു. മോനക്ക് വിളിച്ചപ്പോഴും മോനും ഫോൺ എടുക്കുന്നില്ല. ഇതുപോലെ തന്നെ വൈഫ് ചെയ്ത പോലെ തന്നെ കട്ടാക്കി. എന്താ ചെയ്യാ? ശരിയാക്കാം. നീ ഭക്ഷണം കഴിച്ചാ? ഞാൻ ഭക്ഷണം കഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചോളിട്ടാ. ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം. എന്നിട്ട് ഞാൻ പറയാം, എന്റെ കയ്യിലും ഇല്ല സത്യം പറഞ്ഞത്. നല്ല പാട്ടാണല്ലോ. അത് നമ്മൾക്ക് ശങ്ക എഴുതിയതാ, ഓൻ ഖത്തറിന്ന് എഴുതിയതാ, അമാൻപുറിന്. സാറല്ലേ അടിപൊളി പാട്ടാട്ടാ. ഇത് മജീദ് കാക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടാ. വാട്സപ്പിൽ ഇട്ടാ പോലെ. ആയിക്കോട്ടെ. ഓക്കെ. ഞാൻ പരമാവധി നോക്കാം. ഓക്കെ. ആ രാവിലെ ബിരിയാണിയാ. മജിദൊക്കെ വല്ലതും കൊടുക്കട്ടെ, ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കണ്ട. മജീദ്ക്ക് കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൂടാക്കി വെച്ചോളാം. മജിദ് ഞാൻ പോട്ടാ. മോനൊരു 50 റംസ് കാക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. അത്യാവശ്യം നിൽക്കാം. അത്യാവശ്യം മാസാവസാനം ടൈറ്റ് ആണ്. 20 മതിയാകും. തരണ്ട് ഒന്നായിട്ടാണ് തരണ്ട്. ഞാൻ നോക്കാം. ഓക്കെ 20 ചെയ്താൽ ആയിക്കോട്ടെ.
ആ എന്തൊക്കെ പരിപാടി? കുറച്ച് കറി ചൂടാക്കിയാണ്. ആ എന്നാ ഓക്കെ, കൂട്ടിക്കോട്ടെ. ആയിക്കോട്ടെ. മുനിയർ സെൻഡ് ചെയ്തല്ലോ 20 ദിർഹംസ്. മോന്റെ മെസ്സേജ് ഉണ്ടല്ലോ. പഠിച്ചോനെ, വീട് ജപ്തി ചെയ്ത സംഭവമാണ് വന്നിരിക്കുന്നത്. പോന്നു, അവിടെ ഒന്ന് വിളിച്ചോക്കട്ടെ. എടുക്കുന്നില്ലല്ലോ. എടുക്ക്. എന്തൊരു കഷ്ടം അത്. ആവശ്യത്തിന് വിളിച്ചാലും എടുക്കണമില്ല. നീ മോനെ വിളിച്ചോട്ടെ. ഹലോ. ആ മോനെ, ആ മെസ്സേജ് അയച്ച് ഞാൻ വായിച്ചു. ആ വീടിന്റെ കാര്യം ജപ്തിന്റെ പക്കത്ത് എത്തിയില്ലേ? ഇപ്പൊ എന്താ ചെയ്യാ? ഉമ്മാക്ക് ഞാൻ വിളിച്ച് എടുക്കുന്നില്ല. വീടിന്റെ കാര്യമൊക്കെ അറിഞ്ഞല്ലോ. നിങ്ങൾ ഒറ്റ കാരണം വീടും കൂടിയെല്ലാം നഷ്ടപ്പെടുത്തി. എൻ്റെ ഈ ചെറുപ്രായത്തിൽ ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഇവിടെ വേറെ സംബന്ധമുള്ള കാര്യമൊക്കെ നമുക്കറിയാം. നിങ്ങളുടെ കാശ് ആ വഴിക്കൊക്കെ പോയി നമുക്കറിയാം. ഇനി എൻ്റെ ഉമ്മയെ ശല്യം ചെയ്യാനായിട്ട് നിങ്ങൾ വരില്ല. ഉമ്മ മാമാടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ഉമ്മാക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഇവിടെ വന്നിരുന്നത്. നീ മേലാൽ ഞങ്ങളെ വിളിച്ച് ശല്യം ചെയ്യില്ല കേട്ടോ. ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. ഓക്കെ? എടാ മോനെ, നീ എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കില്ലേ? എടാ നിന്റെ ബാപ്പല്ലാണ് ഞാൻ. എന്താണ് നീ എന്നോട് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹലോ, അതെ. ആ എന്താണ് ആത്മഹത്യ? എപ്പോഴായിരുന്നു? ഓ അത് ശരി. അരമണിക്കൂറായിട്ടുള്ളൂ. ആ ഹാ, പോലീസിലൊക്കെ അറിയിച്ചായിരുന്നോ? അറിയിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ കുറച്ച് റിസ്ക് ആണത്. കുറച്ച് നിയമ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലേക്ക് എത്തിക്കാൻ നോക്കാം. മാക്സിമം പെട്ടെന്ന് എത്തിക്കാൻ പറ്റും നോക്കാം. ഞാൻ അങ്ങോട്ട് വരാൻ വന്ന് സംസാരിക്കും. ഓക്കെ. ഇതിപ്പോൾ എവിടെയാണ്? ഹോസ്പിറ്റലിലാണോ ബോഡി ഉള്ളത്? ഓക്കെ ഓക്കെ. ആ ഞാൻ വരാം. ഓക്കെ ഓക്കെ. ഫ്ലാറ്റിൽ തന്നെയാണല്ലേ പോലീസ് വന്നത്? അവിടെ തന്നെ. ഓക്കെ. പറഞ്ഞല്ലോ, അഡ്രസ് പറഞ്ഞല്ലോ. ഫ്ലാറ്റ് നമ്പർ എത്ര? 314. 314. ആ, ഞാനെത്തുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ വരട്ടെ. നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. ശരി. ഹലോ, ആ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. റൂം നമ്പർ 314 ആണ്. ഓക്കെ, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ഞാനിവിടെ എന്താണെന്ന് നോക്കട്ടെ. ക്ലിയർ ആക്കിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ, അമീർക്കല്ലേ? അതെ. നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അല്ല, എന്നെ വിളിച്ചു പറഞ്ഞല്ലോ ഒരു 3/4 മണിക്കൂർ മുന്നേ.
അതല്ല ഞാൻ പറഞ്ഞത്. വിളിച്ചു പറഞ്ഞു ആര്? അല്ല എന്നെ കോള് വന്നു, അങ്ങനെ ഞാൻ വന്നത്. എൻ്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞാണ്. ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. ഇല്ല. ആരാ? എന്നോടൊന്ന് മജീദിക്ക് വരാൻ പറഞ്ഞു, കാശ് തരാൻ വേണ്ടി. മജീദിക്കല്ലേ? മജീദിക്ക കുറച്ചു മുന്നേ മരിച്ചുപോയി. മരിച്ചു? എവിടെ? അല്ല അമീർക്ക് എങ്ങനെ ഇവിടെ വന്നൊന്നും പറയില്ലല്ലോ. അല്ല എന്നെ വിളിച്ചു പറഞ്ഞില്ല. നിങ്ങൾ ഈ റൂമിൽ വേറെ ആയിരിക്കണം. ഇല്ല നമ്മൾ പിന്നെ ആരാ എന്നെ വിളിച്ചു പറഞ്ഞ? ഒരു 3/4 മണിക്കൂറായിട്ടുണ്ടാവും എന്നെ വിളിച്ചു പറഞ്ഞിട്ട്. നീ വിളിച്ചു പറഞ്ഞു? നീ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ വിളിക്കാനാണ്. പിന്നെ എന്നെ വിളിച്ചതാണല്ലോ. എൻ്റെ ഫോണിൽ കോള് വന്നതല്ലേ. ഏതാ നമ്പർ? ആരാ നമ്പറാണ്? നോക്കൂ. എടാ ഞാൻ വിളിച്ചു നോക്കാം. നമ്പർ വിളിക്കാം. അത് നിങ്ങൾ പോലീസിലേക്ക് അറിയിച്ചാണോ? ഇല്ല, അതിന് നമ്മൾ അറിഞ്ഞിട്ട് 10 മിനിറ്റിലായിരുന്നു. 10 മിനിറ്റ്? ആ. എന്താണ് ഈ നമ്പറിൽ കോള് വന്നിട്ട് 3/4 മണിക്കൂറോളായല്ലോ. ഞാൻ വിളിക്കട്ടെ ഇപ്പോൾ. വിളിച്ചു.